മിസ് എനിക്ക് കിട്ടിയില്ല. കിട്ടിയില്ലേ? ഓക്കെ, അതിൽ രണ്ടെണ്ണം വെച്ച് പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് പുതിയ ചാപ്റ്റർ തുടങ്ങാം കേട്ടോ. യെസ് മിസ്. അപ്പൊ ബാക്കിയുള്ളതോ? ഓ, ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്തു നോക്കണം. ഓക്കെ, മൂന്നാമത്തെ നോക്കിക്കോ. എന്താണ് ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ 12/9 minus 4/3. 12/9 minus 4/3. എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ സെയിം ആക്കണം അല്ലേ? 9ന്റെയും 3ന്റെയും എൽസിയം കണ്ടുപിടിക്കണം. 9ന്റെയും 3ന്റെയും എൽസിയം എത്രയാ? 9 തന്നെ. എന്തുകൊണ്ടാ? 9ഉം 3ഉം വരുമ്പോ 3 9ന്റെ ഒരു ഫാക്ടർ ആണ്, അതുകൊണ്ട് 9 ആണ് എൽസിയം. അപ്പൊ ആദ്യത്തെ ഫ്രാക്ഷൻ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. 12/9 തന്നെ. 9 തന്നെയാണ് അവിടെ ഡിനോമിനേറ്റർ വരുന്നത് അല്ലേ? രണ്ടാമത്തെ ഫ്രാക്ഷനോ? ഡിനോമിനേറ്റർ 9 വരണം. ഡിനോമിനേറ്റർ 9 വരണമെങ്കിൽ ഈ 3യെ നമ്മൾ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 12 into 3 വരില്ലല്ലോ. ഈ ആദ്യത്തെ ഫ്രാക്ഷനെ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ആദ്യത്തെ ഫ്രാക്ഷന് ഡിനോമിനേറ്റർ 9 തന്നെയാണ് വരുന്നത്. അപ്പൊ അത് അതേപോലെ തന്നെ നമ്മൾ എഴുതാം. രണ്ടാമത്തെ ഫ്രാക്ഷൻ മാത്രമേ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഫ്രാക്ഷൻ മാറ്റുന്ന സമയത്ത് ഡിനോമിനേറ്റർ 3യെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മൾ പുതിയ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 9 എന്ന് എഴുതി. ഇനി അതേപോലെ ന്യൂമറേറ്ററിന് എന്ത് ചെയ്യണം? 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയായി മാറി? 12/9 minus 4 into 3, 12/9 equal to 12 minus 12/9 equal to എത്ര വരും? 12 minus 12 എത്രയാ? 0. 0/9 എന്ന് പറയുമ്പോ ഏതൊരു നമ്പറിനെ കൊണ്ട് നമ്മൾ 0നെ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് 0. കാണുന്നില്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, കാണുന്നില്ലെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്കിട്ടോ. ഒന്ന് ലീവ് ചെയ്തിട്ട് ഒന്നും കൂടി കയറി നോക്കേ. അപ്പൊ മൂന്നാമത്തെ ആൻസർ 0. ഇനി ഏതായിരുന്നു? ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 11ാമത്തെ ക്വസ്റ്റ്യൻ 3/1/2 minus 2. മിസ്സേ 5 ഉണ്ട്. 5 ഉണ്ടോ? ഓക്കെ, ഇതൊന്ന് നോക്കി. ഇത് നോക്കിയിട്ട് നമുക്ക് 5 വരാം. ഇത് നോക്കിയാൽ 5 കിട്ടും. 3/1/2 minus 2/1/2. ഇതിനാദ്യം എന്ത് ചെയ്യണം? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റി എഴുതാം. 3/1/2 എങ്ങനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കും? 3 into 2 6, 6 plus 1 7. 7/2 minus 2/1/2 നമ്മൾ മാറ്റി എഴുതുന്ന സമയത്ത് 2 into 2 4, 4 plus 1 5/2. എന്തോ?
മോളെ അത് പിന്നെ ഒന്ന് യൂട്യൂബ് ക്ലാസ് നോക്കിയാൽ മതിയേ, എന്നിട്ട് എഴുതിയെടുത്താൽ മതി. അപ്പൊ 2 1/2 എന്നുള്ളത് 2 into 2 4, 4 plus 1 5, 5/2. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് 7 minus 5/2 equal to 2/2. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് 1. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണെങ്കിൽ 1 ആയിരിക്കും ആൻസർ. എഴുതിയെടുത്തോ? അടുത്ത ക്വസ്റ്റ്യൻ. Yes, miss. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ക്വസ്റ്റ്യൻ 1 1/3 മൈനസ് 1/2. ആദ്യം നമുക്ക് തന്നിരിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാം. 1 1/3 എന്നുള്ളത് 1 into 3 3 3 plus 1 4 4/3 minus 1/2. ഇനി ഇവിടെ രണ്ട് ഡിനോമിനേറ്റേഴ്സും ഡിഫറെന്റ് ആയതുകൊണ്ട് എന്ത് കണ്ടുപിടിക്കണം? LCM. 2-ന്റെയും 3-ന്റെയും LCM എത്രയാ? 2-ന്റെയും 3-ന്റെയും LCM രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ LCM equal to 2 into 3 6. അപ്പൊ ഡിനോമിനേറ്റർ 6 ആക്കി മാറ്റി വരുന്ന സമയത്ത് ആദ്യത്തെ ഫ്രാക്ഷൻ എങ്ങനെ വരും? 3-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോ 4-നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് രണ്ടാമത്തത് 6 ആക്കി എഴുതുമ്പോൾ 2-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1-നെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര വരും? 4 into 2 8/6 minus 1 into 3 3/6 equal to 5/6. Okay, 5/6. ബാക്കിയുള്ളത് നിങ്ങൾ അതേപോലെ ഒന്ന് ജസ്റ്റ് നോക്കി എഴുതാം. സോറി, ഒന്ന് എഴുതാൻ ശ്രമിച്ചു നോക്കുക കേട്ടോ. കിട്ടുന്നുണ്ടോന്ന്? യെസ് മിസ്. പുതിയ ചാപ്റ്റർ ഏതാ? ഡെസിമൽ. ഡെസിമൽ. എന്താ ഡെസിമൽ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡെസിമൽ എന്താണ്? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? യെസ് മിസ്. പുതിയ അത് റേഞ്ചിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല. പുതിയ ചാപ്റ്റർ ഡെസിമൽ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഡെസിമൽ എന്താന്ന്? പോയിന്റ് ഇടുന്നത് അല്ലേ? ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പോയിന്റ് ഇട്ട് എഴുതുന്നത് തന്നെ ഡെസിമൽ നമ്പർ. നമ്മൾ എങ്ങനെയാ ഡെസിമൽ നമ്പർ എഴുതുന്നത്? ആ ചാപ്റ്ററിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. A fraction that has a denominator of 10, 100 or 1000 is called a decimal number. ഒരു ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 10, 100, 1000 എന്നിങ്ങനെയാണ്. ഇതിലേതെങ്കിലും ഒന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ നമ്പർ. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചാലും. A fraction that has a denominator of 10, 100 or 1000 is called a decimal number. അപ്പൊ ഈ ഡെസിമലിലെ വേർഡ് വന്നത് വൺ വേർഡ് ഒക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. The word decimal comes from the Latin word decimal.
ഡെസിമലിനുള്ള വേർഡ് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് ആയ ഡെസിമസിൽ നിന്നാണ്. DECIMUS. ആ ഡെസിമസ് എന്നുള്ള വേർഡും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. ക്രിസ്റ്റി എന്താ അവിടെ ഫോണോണ്ട് കളിക്കുന്നേ? ഡെസിമസ് എന്നുള്ള വേർഡും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. വിച്ച് മീൻസ് 1/10. എന്താ അതിന്റെ മീനിങ്? ഡെസിമസിന്റെ മീനിങ് എന്താ? 1/10. 1/10 എന്ന് വെച്ചാല് 10 പാർട്സ് ആക്കിയതിൽ 1 പാർട്ട്, that is 1/10. അതാണ് 1/10. Okay, so we call this system the decimal system of notation. In this system, the value of a digit becomes 1/10 of it as one moves from left to right by one place. It is written as 1/10. നമ്മൾ എന്ത് ചെയ്യും? 1/10 എന്നുള്ളത് ഡെസിമൽ പോയിന്റ് വെച്ചിട്ട്, the dot is called decimal point. പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. എങ്ങനെ? ഇപ്പോ 1/10 ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതും 0.1. 0.1. നമ്മൾ ഇടുന്ന ഈ ഡോട്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡെസിമൽ പോയിന്റ്. ഡെസിമൽ പോയിന്റ്. ഇനി ഡെസിമൽ പോയിന്റ് മാറി മാറി പോകും. എങ്ങനെ? 1/100 ആണെങ്കിൽ 1/100 ആണെങ്കിൽ 0.01 0.01 എന്ന് വരും. 1/1000 ആണെങ്കിൽ 1/1000 ആണെങ്കിൽ എങ്ങനെ വരും? നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണം. എഴുതിയെടുത്തു 0.001 എന്ന് വരും. ഡെസിമൽസിന്റെ ചാപ്റ്റർ ഹെഡിങ് എഴുതാം. എന്നിട്ട് ഇപ്പൊ ഇത് എഴുതിയത് മിസ് ഇത് എഴുതിയതൊന്ന് എഴുതിയെടുത്തു. 1/10 is equal to 0.1. 1/100 is equal to 0.01. 1/1000 is equal to 0.001. ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കിയേ. 1/10 എന്ന് പറയുമ്പോ 10 ഒരു 0 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് മാത്രം. ഇനി 1/100 എന്ന് പറയുമ്പോ 100ൽ 2 0 ഉണ്ട്. അതുകൊണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വരുന്നു. ആ 2 ഡിജിറ്റ് വരുന്നത് 0 1. 1/1000 ആവുമ്പോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 3 ഡിജിറ്റ് 0 0 1. ഇനി 1ന് പകരം 5/10 ആണെങ്കിലോ? 5/10 ആണെങ്കിൽ 0.5. 5/100 ആണെങ്കിൽ 0.05. 0.05. വെരി ഗുഡ്. 5/1000 ആണെങ്കിലോ? 0.005. 0.005. വെരി ഗുഡ്. മിസ് ഇത് നോട്ടിൽ എഴുതണോ? എഴുതിക്കോ, പെട്ടെന്ന് എഴുതിയെടുത്തോ. മിസ് ഇങ്ങനത്തെ കുറച്ച് ചെയ്യാൻ തരുമോ? ഇങ്ങനത്തെ കുറച്ച് ചെയ്യാൻ തരണോ? ഡെസിമലായിട്ട് എഴുതാൻ വേണം. മിസ് വേണം. തരാം. ഇത് എഴുതിയെടുത്തില്ലേ? നോ മിസ്. പെട്ടെന്ന് എഴുതാം. ഒരു മിനിറ്റ് പ്ലീസ്. യെസ്. പെട്ടെന്ന് എഴുതിക്കും. എന്തോ എഴുതി. എഴുതിയോ?
Yes. എഴുതി കഴിഞ്ഞു. നിങ്ങൾക്ക് ഞാൻ തരാം, നിങ്ങൾ എഴുതി നോക്കിയേ. മിസ് ഇത് കഴിഞ്ഞില്ല. എഴുതി കഴിഞ്ഞില്ലേ? പെട്ടെന്ന് എഴുത്. കഴിഞ്ഞോ? സ്പീഡാക്കണേ. എഴുതി കഴിഞ്ഞു. ഓക്കെ. 25/10 കിട്ടുന്നുണ്ടോ നോക്കണേ. 25/10, 25/100, 25/... ഓ 25/1000. നമ്മളെ എന്നാ സ്ക്രീൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നോക്കിയേ. ഇതൊന്ന് ചെയ്ത് നോക്കിയേ കിട്ടുന്നുണ്ടോ. ഓക്കെ. 25/10 എന്ന് പറയുമ്പോ 2.5 ആണോ? 2.5 ആണോ എഴുതിയേ? തെറ്റിപ്പോയി അല്ലേ? അതുകൊണ്ടാ മിസ് ഈ ക്വസ്റ്റ്യൻ തന്നെ. 25/100 എന്ന് പറയുമ്പോ 0.25. 0.25 അതും തെറ്റിപ്പോയി അല്ലേ? സാരമില്ല. 25/1000 എന്ന് പറയുമ്പോ 0.025. ഇത് എഴുതാൻ വേണ്ടിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ. എന്താ നേരത്തെ പറഞ്ഞേ? ഡിനോമിനേറ്റർ 10 ആവുമ്പോ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു ഡിജിറ്റ് മാത്രമേ പാടുള്ളൂ. 25/10 എന്ന് പറയുമ്പോൾ 2.5. ഡിനോമിനേറ്റർ 100 ആണെങ്കിൽ ഹോംവർക്ക് ഹോംവർക്ക് തരണം ഇതുപോലത്തെ. തരാം. 25/100 എന്ന് പറയുമ്പോൾ ഡിനോമിനേറ്റർ 100 അല്ലേ? 100ൽ 2 0 അല്ലേ ഉള്ളൂ. അപ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ്. 25 എന്ന് പറയുമ്പോൾ 5ഉം 2ഉം കഴിഞ്ഞിട്ട് ഇവിടെ ഡെസിമൽ പോയിന്റ്. 25/1000 എന്ന് പറയുമ്പോ 25/1000 എന്ന് പറയുമ്പോ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വേണം? 3 ഡിജിറ്റ്. 1000ന്റെ 3 0 ഉണ്ട്, 3 ഡിജിറ്റ് വേണം. അപ്പൊ 25ന്റെ തൊട്ട് മുന്നേ ഒരു 0 ആഡ് ചെയ്യാം, എന്നിട്ട് അതിന് മുന്നേ പോയിന്റ് ഇടാം. ഓക്കെ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതിയെടുത്തു. 54/10 123/100 456/1000. മൂന്നെണ്ണം മതി. ക്വസ്റ്റ്യൻ എഴുതിയോ? മിസ് ഒന്ന് എഴുതി എടുക്കട്ടെ ക്വസ്റ്റ്യൻ. 54/10 123/100 456/1000. ഓക്കെ, അത് ഹോംവർക്ക് ആയിട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ഇപ്പൊ പറഞ്ഞേ? ഡെസിമൽ എന്താന്ന് പറഞ്ഞു, ഡെസിമൽ ഏത് വേർഡിന്നാ വന്നേന്ന് പറഞ്ഞു, ആ ലാറ്റിൻ വേർഡിന്റെ മീനിങ് പറഞ്ഞു, ഡെസിമലിനെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നതെന്നും പറഞ്ഞു. ഇനി പ്ലേസ് വാല്യൂ ചാർട്ട് ഇൻ ഡെസിമൽ സിസ്റ്റം. നമ്മൾ സാധാരണ നമ്പേഴ്സിന്റെ പ്ലേസ് വാല്യൂ ചാർട്ട് പഠിച്ചിട്ടുണ്ട് ഇല്ലേ? 1s, 10s, 100s, 1000s എന്നൊക്കെ പറഞ്ഞിട്ട്
പ്ലേസ് വാല്യൂ ചാർട്ട് പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, in a place value chart, the place value of 3 increases 10 times when we move one step to the left. Page number 65 അവിടെ ഒരു പ്ലേസ് വാല്യൂ ചാർട്ട് 333 പ്ലേസ് വാല്യൂ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടോ? അവിടെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും എന്താവുന്നുണ്ട്? പ്ലേസ് വാല്യൂ ഇൻക്രീസ് ആവുന്നുണ്ട് അല്ലെ? വൺസിൽ നിന്ന് നമ്മൾ ടെൻസിലേക്ക് പോകും തോറും ആ 3 പ്ലേസ് വാല്യൂ ഇൻക്രീസ് ആയി ഇല്ലേ? മനസ്സിലായില്ല? വൺസിലും ടെൻസിലും ഹൺഡ്രഡ്സിലും 3 ഉണ്ട്. വൺസിലെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. ടെൻസിലെ 3 പ്ലേസ് വാല്യൂ 3 into 10 30 ആണ് അല്ലെ? അങ്ങനല്ലേ നമ്മൾ പറയുന്നത്? ഇങ്ങനെ പ്ലേസ് വാല്യൂ ചാർട്ടിൽ ഇവിടെ 100, ഇവിടെ 10, ഇവിടെ 1. ഓക്കെ, ഇവിടെ 333 ഹൺഡ്രഡ്സിലും 3, ടെൻസിലും 3, വൺസിലും 3. വൺസിലെ 3 പ്ലേസ് വാല്യൂ എത്രയാ? 3 into 1 3. ടെൻസിലെ 3 പ്ലേസ് വാല്യൂ എത്രയാ? 3 into 10 30. ഹൺഡ്രഡ്സിലോ? 3 into 100. 3 into 100 300 അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ എന്താ പറഞ്ഞേ? ഈ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകും തോറും 3 പ്ലേസ് വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. ഇവിടെ വൺസിൽ 3 ആണ്, ടെൻസിൽ പ്ലേസ് വാല്യൂ 30 ആണ് വരുന്നത്, ഹൺഡ്രഡ്സിൽ 300 ആ വരുന്നത് അല്ലെ? ഇനി ഇതിന്റെ കൂടെ 0.3 കൂടി ഉണ്ടെങ്കിലോ? 333.3 ആണെങ്കിൽ 333.3 ആണെങ്കിൽ ഇവിടെ ഒരു ഡോട്ട് വരും, ഇവിടെ ഒരു ഡോട്ട് വരും, ഇവിടെ ഒരു ഡോട്ട് വരും. ഇവിടെ നമ്മൾ പറയുന്ന പ്ലേസ് 10 TENTH. ഇത് 10, ഇത് 10 TENS. ഇത് 1 ONES. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പ്ലേസ് 10 TENTHS. ഓക്കെ, 3 tenths എന്ന് വരും. 3 tenths എന്ന് പറയുമ്പോ 3/10. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റൊരു ഡിജിറ്റ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് 3/10. 3/10. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് എഴുതി വെച്ചേ, നോട്ട്ബുക്കിലേക്ക് പെട്ടെന്നൊന്ന് എഴുതി വെച്ചേ. എഴുതി കഴിഞ്ഞു മിസ്. എഴുതി കഴിഞ്ഞോ? ഈ കോളത്തിൽ കാണുന്നത് ഇതേപോലെ പെട്ടെന്നൊന്ന് വരച്ചു വെക്കാം, എഴുതി വെക്കാം. ടൈം തീരാറായി, പെട്ടെന്നൊന്ന് എഴുതി വെച്ചു. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. മിസ് എഴുതി കഴിഞ്ഞു.